പ്രതിരോധം പോയാൽ എന്ത് ചെയ്യും? വഴിയെ പോണ ജലദോഷക്കാരെല്ലാം പിടിച്ച് കയറി വന്നിട്ട് ന്യൂമോണിയ ആയിട്ട് മാറും. അതാണ് പ്രശ്നം. സാക്ഷ്യം പറയാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ പ്രതിരോധമാണ് പോണത്. പിന്നെ വീട്ടിൽ ഉണ്ടാക്കണ ചിലപ്പോൾ മിണ്ടി പറഞ്ഞിരിക്കുന്ന സമയത്ത് നിസ്സാര കാര്യം പറഞ്ഞ് ഉടക്കണം കണ്ടിട്ടില്ലേ? ചോറ് തിന്നുകൊണ്ടിരിക്കണ സമയമായിരിക്കും, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇപ്പം ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ. ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത്. അപ്പം മകൻ പറയും, ഇപ്പം ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പം അപ്പനും മക്കളും പെമ്മക്കളും അമ്മ എല്ലാം ഇരിപ്പുണ്ട്. അപ്പം അമ്മ പറയണത്, കുറേ ദിവസമായിട്ട് എൻ്റെ പ്രാർത്ഥന ഫലിച്ചെന്ന് തോന്നുന്നു, ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത്. എൻ്റെ മകനെ വീട് വിട്ടിട്ട് കളിച്ചിട്ട് കാര്യമില്ല, ചുമ്മാ അമ്മ ഡയലോഗ് പാസ്സാക്കിയാണ്. അപ്പം മകൻ പറയും, ചവത്തെ കൊത്തല്ല തള്ളയെന്ന് പറയും. ഊണ് കഴിക്കാൻ വരുമ്പോഴാണ് ഈ പരിപാടി എന്ന് പറയുമ്പോൾ, എന്താ നിനക്കെന്താ ഞാൻ പറഞ്ഞപ്പോൾ കൊണ്ടാ നിനക്ക് അങ്ങനെ കൊള്ളണോടാ, നിനക്ക് കിട്ടത്തില്ല ഊണ് കഴിക്കാൻ പോലും. അപ്പാ ഞാൻ നിർത്തി അവൻ കിട്ടും പോയി. കണ്ട ഈ സാധനം വയ്യാവില്ല. കണ്ട ഈ കണ്ട സീൻസ് കണ്ടല്ലേ? തലയുടെ വായിൽ നിന്നൊരു സാധനം കഷ്ണം വീണതാണ്, അവൻ ഇട്ടും പോയി. അല്ലെങ്കിൽ നിനക്ക് തലക്ക് അസുഖമാണ്, പിള്ളേരുടെ സ്വഭാവം അറിയാൻ പാടില്ല. അപ്പോൾ അപ്പൻ അമ്മയോട് വഴക്കിടും, നിനക്ക് വല്ല അസുഖമുണ്ടാ, അവനിപ്പോൾ കണ്ട കഴിക്കാതിരിക്കണം കണ്ട. അപ്പോൾ ഒരു നിസ്സാര കാര്യമാണ് പറയണത്. പക്ഷെ പ്രൊട്ടക്ഷൻ ആ വീട്ടിലില്ല, സംരക്ഷണമില്ല. അത് കാരണം വഴിയേ പോണ വയ്യാവേലി വലിഞ്ഞു കയറി വന്ന കണ്ടല്ലേ വിരുന്ന് വരികയാണേ. വഴിയേ പോണ വയ്യാവേലി വലിഞ്ഞു കയറി വിരുന്ന് വരികയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് പ്രൊട്ടക്ഷനാണ്. അതിനെന്ത് വേണം? അതിന് വേണ്ട ദൈവമായിട്ട് നല്ലൊരു സംരക്ഷണം, പ്രൊട്ടക്ഷനെ. നമുക്ക് ഇപ്പം ഒരാൾ പുറകിൽ നിന്ന് കുത്തിയാൽ നമുക്ക് തടുക്കാൻ പറ്റുമോ? ജീവിതത്തിൽ പുറകിൽ നിന്ന് കുത്തൊക്കെ ഒത്തിരി വരും, നമ്മളറിയാത്ത അപകടങ്ങളൊക്കെ വരും. അത് തടുക്കാൻ ദൈവത്തിനേ പറ്റത്തുള്ളൂ. നമുക്ക് പുറകിൽ കണ്ണ് തരാത്ത അതുകൊണ്ടാണ്, ദൈവത്തിന് കണ്ണ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പുറകിൽ നമുക്ക് കണ്ണില്ലല്ലോ. പുറകിൽ നിന്ന് പല ആൾക്കാരും മരിച്ചിരിക്കണ പുറകിൽ നിന്ന് കുത്തിയിട്ടാണേ. പല ആൾക്കാരും മരിച്ചിരിക്കണതും അപകടപ്പെട്ടിരിക്കണതും വെട്ടുകിട്ടിയിരിക്കണതും എല്ലാം പുറകിൽ നിന്ന് വെട്ടിയിട്ടാണ്. പുറകിൽ നിന്ന് എന്തുകൊണ്ടാണ് വെട്ടുകൊണ്ടിരിക്കണത്? പുറകിൽ കണ്ണില്ല. പുറകിലെ കണ്ണ് ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള സ്നേഹവും ബന്ധമൊക്കെയാണ്. അതിൻ്റെയാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അംഗീകരിക്കാതെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കപ്പെടാതിരിക്കും. അപ്പം ദൈവത്തിന് സംഭവം ഏറ്റവും വലുത് അംഗീകരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ ഇപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾക്ക് അവർ എഴുതി മേടിക്കും. എന്താണ്? നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കണത്. നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലും ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നത് അംഗീകാരത്തിലൂടെയാണ്. ഇപ്പോൾ പുറകിൽ കണ്ണില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവാണ് എൻ്റെ കണ്ണ്, പുറകിലെ കണ്ണ്. എൻ്റെ എന്തിനെ എപ്പോഴെപ്പോൾ അതായത് നമ്മളുടെ ബുദ്ധിക്കോ ആലോചനയ്ക്കോ പിടികിട്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ രക്ഷിക്കണം ആരായിരിക്കണം? ദൈവമായിരിക്കണം. കൊടുത്തിരിക്കണത് ഇപ്പോഴവർ പറയണത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാൾട്ടായിൽ പോകാം, ഇറ്റലിയിൽ പോകാൻ പറ്റത്തില്ല. മാൾട്ടായിൽ നമുക്ക് പോകണ്ട, നമ്മൾ പഠിച്ച പണി മാൾട്ടായിൽ ഇല്ലെന്ന് അവരോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മാൾട്ട അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏക്കത്തില്ലെന്നറിയാം. ഇപ്പം നമ്മുടെ കുഴപ്പം കൊണ്ട് അവന്മാർക്ക് മാൾട്ടായി വിടാൻ ഉദ്ദേശമില്ല, കള്ളത്തരമാണ്, പുറകിൽ നിന്ന് കുത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ. അവന്മാർക്ക് നമ്മളെ മാൾട്ടായിൽ വിടാൻ താല്പര്യമില്ല, അവർക്ക് മാൾട്ടായിൽ ഹോൾഡില്ല. പക്ഷെ നമ്മൾ ബുദ്ധിമോശത്തിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാൾട്ടായി പോകേണ്ട കാര്യമില്ല, അവിടുത്തെ കരിയർ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയും. അത് അവനെ അറിയാം, അവൻ്റെ ഫയലുണ്ട്. അവൻ നമ്മൾ പറയും ഇറ്റലിയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ, അവിടെ ഇപ്പം നിയമങ്ങളൊക്കെ മാറി, മാൾട്ടായി പോകാം. അയ്യോ സാറേ മാൾട്ടായി പോകണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം എന്നാ ചെയ്യാനാ? കണ്ട പണി നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് പിസ്സ കിട്ടാതിരുന്നെന്ന് അവൻ വരുത്തി തീർക്കും. എല്ലാവർക്കും ഈ പണിയുണ്ട്, ചതിക്കണ പരിപാടി എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഞാൻ പേരെണ്ണി പ്രൊഫഷണൽസ് എന്ന് പറയട്ടില്ല. നമ്മുടെ കുഴപ്പം കൊണ്ടായിട്ട് അത് എന്തെങ്കിലും ഇപ്പം നമുക്ക് രോഗം വന്ന് നമ്മളുടെ എന്തെങ്കിലും രോഗത്തിൽ നമ്മളുടെ എന്തെങ്കിലും ബ്ലഡിൻ്റെ റേറ്റിംഗ് കൂടിയെന്ന് വിചാരിച്ചോ, അപ്പോൾ ഡോക്ടർ പറയും ഇന്ന കാര്യം കൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്ന്. നിങ്ങൾ ഉറങ്ങിയില്ല എന്ന് പറയും. ആരുടെ കുഴപ്പമാണ്? നമ്മൾ ഉറങ്ങാത്ത ഡോക്ടർ കണ്ട. എല്ലാവർക്കും വേണ്ടത് മാപ്പ് സാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവമല്ലാതെ വേറെ ആരുമില്ല.